ഇട്ടിവ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് നിർമ്മാണമായി കോടികളുടെ അഴിമതി നടന്നു എന്നാരോപിച്ച് വിജിലൻസ് അന്വേഷണം അന്വേഷിക്കുക എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് BJP ഇട്ടിവ തുടയന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇട്ടിവ ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻപിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണയുടെ തത്സമയത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ഭാരതീയ ജനതാ പാർട്ടിയുടെ എന്നിവിടെ നടക്കുന്ന ഈ അഴിമതിക്കെതിരെയുള്ള ധർമ്മയുടെ പ്രിയപ്പെട്ട അധ്യക്ഷൻ, പാർട്ടിയുടെ ഇട്ടിവ ഏരിയ ജനറൽ സെക്രട്ടറി ശ്രീ രാജൻപൂർ അവരുടെ ഈ യോഗത്തിലേക്ക് വിനീതപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ആമുഖ പ്രഭാഷകനായ പാർട്ടിയുടെ ഈസ്റ്റ് വൈസ് പ്രസിഡന്റ് ശ്രീ MR സുരേഷിയെ വിനീതപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ധർമ്മയുടെ ഉദ്ഘാടകയെ എത്തിച്ചേർന്നിട്ടുള്ള ആദരണീയനായ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൊല്ലം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ശ്രീമതി R രാജീവ് പ്രസാദിനെ ഈ വേദിയിലേക്ക് വിനീതപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മുഖ്യ പ്രഭാഷകനായി എത്തിച്ചേർന്നിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി, പട്ടാഴി ഗ്രാമപഞ്ചായത്ത് അംഗം കൂടിയായ ശ്രീ AR അരുണിനെ ഈ വേദിയിലേക്ക് വിനീതപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അറിയിക്കുന്നതിനായി എത്തിച്ചേർന്നിട്ടുള്ള പാർട്ടിയുടെ ചിത്ര മണ്ഡലം പ്രസിഡന്റ് ശ്രീമതി ലക്ഷ്മി പ്രസാദ് അവരുടെ ഈ വേദിയിലേക്ക് വിനീതപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിമാരായ ഗിരീഷ് കുമാർ വയല, അനിൽകുമാർ ഇരുവരെയും ഈ വേദിയിലേക്ക് വിനീതപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇട്ടിവ ഗ്രാമപഞ്ചായത്തിന്റെ ഭാരതീയ ജനതാ പാർട്ടി മെമ്പർമാരായ ശ്രീമതി ബിന്ദു അശോകൻ, അനിലകുമാരി, വിജയ മൂവരെയും ഈ യോഗത്തിലേക്ക് വിനീതപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇന്നിവിടെ കൂടിയിട്ടുള്ള ജില്ലാ ഭാരവാഹികൾ, സംസ്ഥാന സമിതി അംഗങ്ങൾ, പ്രിയപ്പെട്ട സംഘടനാ സുഹൃത്തുക്കൾ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ ഇവിടെ സ്വാഗതം പറഞ്ഞ അജിത്ത്, അധ്യക്ഷ ആമുഖ പ്രഭാഷണം നടത്തുന്ന സുരേഷ്, BJP ജില്ലാ വൈസ് പ്രസിഡന്റ്, ഉദ്ഘാടനം ചെയ്യുന്ന ജില്ലയുടെ പ്രസിഡന്റ് രാജീവ് പ്രസാദ്, മുഖ്യപ്രഭാഷണം നടത്തുന്ന AR അരുൺ ജില്ലാ വൈസ് പ്രസിഡന്റ്, ആശംസകൾ അർപ്പിക്കാനെത്തിയ ശ്രീമതി ലക്ഷ്മി പ്രസാദ്, ഗിരീഷ് വയല, അനിൽകുമാർ, പാർട്ടിയുടെ പഞ്ചായത്ത് കമ്മിറ്റി മെമ്പർമാർ, നമ്മുടെ ഈ പഞ്ചായത്തുമായിട്ട് നടന്നിട്ടുള്ള വൻ അഴിമതി ചൂണ്ടിക്കാണിക്കാനും അത് ജനശ്രദ്ധയെ കൊണ്ടുവരാനും സമരങ്ങൾ നടത്താനുമുള്ള അതിന്റെ ഭാഗമായിട്ട് കൂടുന്ന ആദ്യ പണിയായിട്ട് നടത്തുന്നത് അന്നയാണ് നമ്മൾ നടക്കാൻ പോകുന്നത്. നമ്മുടെ പഞ്ചായത്ത് നിലവിലൊരു പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസ് ഉണ്ടായിരുന്നു. ആ കമ്മിറ്റി ഓഫീസ് പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസ് കൊണ്ട് അവിടെ പാർട്ടി ഓഫീസ് നിർമ്മിച്ചതുമായിട്ടുള്ള അന്വേഷണം അഴിമതി, വൻ അഴിമതിയാണല്ലോ നടന്നിട്ടുള്ളത്. നമ്മൾ ഇപ്പോൾ 1 കോടി രൂപയുടെ അഴിമതിയാണ് ഇവിടെ ഉന്നയിക്കുന്നതെങ്കിൽ പോലും നമ്മളതിന് അകത്തോട്ട് കയറി പരിശോധിച്ചാൽ വളരെ ഞെട്ടിപ്പോകുന്ന രീതിയിൽ നല്ല തടികളൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് ഫണ്ടിൽ മാത്രമാണ് തടി തേക്കായിട്ടുള്ളത്. നമ്മുടെ നാട്ടിലെ ആളുകൾക്കറിയാം, സാധാരണ ഒരു 1200 സ്ക്വയർ ഫീറ്റുള്ള കെട്ടിടം പണിയണമെങ്കിൽ ഇന്നത്തെ നിലയിൽ 2000 രൂപ ചെലവാക്കിയാൽ ഒരു 25 ലക്ഷം രൂപയ്ക്കകത്ത് അതിമനോഹരമായി നമ്മൾ ആവശ്യപ്പെടുന്ന ഏത് മെറ്റീരിയൽസിനും നമുക്ക് കെട്ടിടം നിർമ്മിച്ചു കിട്ടും. അതുമാത്രമല്ല, ഈ പഞ്ചായത്ത് പ്രകാര തുകേന്ദ്ര കൊടുക്കുന്ന കെട്ടിടങ്ങൾ 450 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു കെട്ടിടത്തിന് പഞ്ചായത്തിന്റെ ചട്ടപ്രകാരം
450 സ്ക്വയർ ഫീറ്റ് വേണം. അതിന് ഹാള് വേണം, ബെഡ്റൂം വേണം, ബാത്റൂമിന്റെ പണി തീരണം, കിച്ചന്റെ പണി തീരണം, 2 ഡോറ് പണി നിർമ്മിച്ച് കഴിയണം. അത്രയും കൊടുത്തുകൊണ്ട് മാത്രമാണ് 4 ലക്ഷം രൂപ കൊടുക്കുന്നത്. പാവപ്പെട്ട ആളുകൾക്ക് 450 സ്ക്വയർ ഫീറ്റിനുള്ള 450 രൂപ കൊടുക്കുന്നതാണ്. നമ്മുടെ പഞ്ചായത്ത് 4700 സ്ക്വയർ ഫീറ്റ് എന്ന് എന്ത് പറയുന്ന ഈ കെട്ടിടത്തിന് 1 കോടി രൂപ 20 ലക്ഷം രൂപ മുടക്കിയിരിക്കുന്നത്. 2 കോടി രൂപ 20 ലക്ഷം രൂപ. ഈ കെട്ടിടത്തിനകത്ത് കയറി നോക്കിയാൽ തടി കൊണ്ടുള്ള നിർമ്മിച്ചിരിക്കുന്ന മുഴുവൻ സാധനങ്ങളും റബ്ബറോ ആലിയോ മറ്റുള്ള വരികളാണ്. ഇത് വിജിലൻസ് വളരെ അന്വേഷിക്കണം. ഇത് ഇവിടെ കൊണ്ട് നിൽക്കരുത്. ഈ പഞ്ചായത്തിലെ അഴിമതി ഇത് മാത്രമല്ല. നമ്മളിവിടെ അടുത്ത് അന്വേഷിച്ചപ്പോൾ കണിയാനുകോണം ചിറ 14 ലക്ഷം രൂപ, അപ്പുറത്ത് പോയ വയനാട് കാട്ടിക്കോണം ചിറ, അവിടെ ചിറയിൽ ഇറക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് മാത്രം 4 ലക്ഷം രൂപ. കൂട്ടുകാർ മാർക്കറ്റുമായിട്ട് കേന്ദ്രീകരിച്ചിരിക്കുന്ന പണികളുടെ നിർമ്മാണങ്ങളിൽ വൻ അഴിമതി. ഈ പഞ്ചായത്ത് ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ നിർമ്മാണങ്ങളിൽ യാതൊരു പൊതുജനത്തിനും ഉപകാരപ്രദമല്ലാത്ത നിർമ്മാണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പഞ്ചായത്തില് 3 ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്. 2 ഷോപ്പിംഗ് കോംപ്ലക്സും അടച്ച് താക്കോല് ഈ പഞ്ചായത്ത് സെൽഫികളിൽ ഇരിക്കുകയാണ്. പിന്നെ ബാക്കിയുള്ളത് കൂട്ടുകൾ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. അത് നമ്മൾ അവിടെ ചെന്ന് നോക്കിയാൽ അത് പ്രസിഡന്റ് സ്വപ്നത്തിൽ നിൽക്കുകയാണ്. ആദ്യത്തെ നിലയിൽ പോകണമെങ്കിൽ 7 അടി താക്കോട്ട് പോകണം. രണ്ടാമത്തെ നിലയിൽ പോകണമെങ്കിൽ 8 അടി മേൽക്കോട്ട് കയറണം. പിന്നെ അതിനകത്ത് 3-4 നിലയുണ്ട്. ഇതേ രീതിയിലാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ. അതിനകത്ത് മാർക്കറ്റിനകത്ത് ഇറങ്ങിയാൽ പോലും ഒരുപാട് സ്റ്റാളുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ബാത്റൂമുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിലെന്തും ഒന്നും ഉപയോഗപ്രദമല്ലാതെ നശിച്ചെന്നാൽ കിടക്കുന്ന ഇതാണ്. ഇനി കുറച്ച് മുന്നോട്ട് നമ്മുടെ കൂട്ടുകാർക്ക് വയനാട്ടിലോട്ട് പോകുമ്പോൾ വഴിയിടം എന്ന് പറയുന്ന പദ്ധതി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കറിയാൻ വയ്യ. അതിനകത്ത് വേറെ കെട്ടിടം കാണുന്നു, നിരവധി കെട്ടിടങ്ങൾ. ഇതിന്റെ എല്ലാം അഴിമതി മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് അത് ജനങ്ങൾക്ക് വേണ്ടി പ്രയോഗിക്കാൻ, അതാണ് വൃദ്ധസദനം. ഇങ്ങനെയുള്ള കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കി അതിനകത്ത് കക്കൂസും ബാത്റൂമും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അതിന് താക്കോല് കൂട്ടി ഭദ്രമായിട്ട് വെച്ചേക്കാണ്. പൊതുജനത്തിന് ഉപകാരപ്രദമായ ഒരു പദ്ധതിയും ഈ പഞ്ചായത്ത് ചെയ്തില്ല എന്ന് മാത്രമല്ല, നമ്മുടെ നാട്ടിലെ കൃഷിയിടങ്ങൾ കർഷകരായിട്ടുള്ള ആളുകൾക്ക് മെനഞ്ഞാൽ തന്നെ ഒരു പന്നി 8 മണി സമയത്ത് ഒരു കിടക്കി വന്ന് വീഴുകയും അവര് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്ന കടന്നു. നിരന്തരമായിട്ട് നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് പന്നിയെ കൊണ്ടുള്ള കാട്ടുമൃഗങ്ങളെ കൊണ്ടുള്ള ശൈലി. ഈ പഞ്ചായത്തിന് യാതൊരു ശ്രദ്ധയില്ല. കർഷക തൊഴിൽ ഉപേക്ഷിച്ച് മറ്റുമാർഗങ്ങളിലേക്ക് പാടങ്ങളും തരിശുകളാക്കിക്കൊണ്ടിരിക്കുന്നു. അതേ കണക്കാണ് ഇവരുടെ ഈ പഞ്ചായത്തിലെ അഴിമതി അക്ഷരാർത്ഥം തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പറഞ്ഞു പോകുമ്പോൾ തന്നെ നമ്മുടെ അടുത്തുള്ളൊരു കൃഷിഭാഗം പറഞ്ഞൊരു സംഭവം, കൃഷിഭാഗം എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. അതുമായിട്ട് വൻ അഴിമതിയാണ് നടക്കുന്നത്. അവിടെ നടക്കുന്ന ഒരു അഴിമതി എല്ലാം നേരിൽ ഞാൻ കണ്ടത് രംഗം വളരെ രസകരമാണ്. കോട്ടക്കൽ നിന്ന് വയനാട് പോകുമ്പോൾ മേളക്കാട് എന്ന സ്ഥലത്ത് അതിൻ്റെ ഒരു പ്രവേശന കവാടം ഉണ്ട്. ആ പ്രവേശന കവാടവുമായിട്ട് ബന്ധപ്പെട്ട് ഒരാഴ്ച നിർമ്മിക്കുന്നു. ആഴ്ച നിർമ്മിച്ച് അതിന്റെ ഉദ്ഘാടനത്തിന്റെ തലേ ദിവസം അവിടെ ഒരു ഫ്ലക്സ് സ്ഥാപിക്കാൻ അതിന്റെ നേതാക്കളെത്തുന്നു. അതിനകത്ത് എഴുതിയിരിക്കുന്നു 14 ലക്ഷം രൂപയെന്ന്. അത് പണിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ആ കടകളിൽ പറഞ്ഞു, അവർ തങ്ങളിൽ പറഞ്ഞിരിക്കുന്നു ഇത് ഒരു 3-4 ലക്ഷം രൂപ കൊടുത്തിരുന്ന പണി. 8 ഇരുമ്പ് പൈപ്പിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ പൊതിഞ്ഞു വയ്ക്കുന്നൊരു പണി. ആ പണിക്ക് ഇത്രയും പൈസ എഴുതുന്നത് നിങ്ങളൊക്കെ ഈ നാട്ടുകാരായതുകൊണ്ട് മാത്രമാണ് എന്നുള്ള കാര്യങ്ങൾ നാട്ടിൽ ചർച്ച ചെയ്യാതിന് ശേഷം ബന്ധപ്പെട്ട ആൾക്കാർ പിന്നേന്ന് പറഞ്ഞ് ആ 14 എന്ന പരിഹാരം നേടിയിട്ടുള്ളത് 12 ലക്ഷമാണ്. എന്നിട്ട് നാട്ടിലെ അക്ഷരങ്ങളും പരാതികളും തീരാനി ഇവര് കൊണ്ടുചെന്ന് ഉദ്ഘാടനത്തിലേക്ക് രാത്രി 8 ലക്ഷമാണ്. പ്രസംഗിച്ച നേതാവ് പറഞ്ഞ് 8 ലക്ഷവും ഇല്ല, അത് 6 ലക്ഷമുള്ള ബാക്കി GST ആണ്. ഈ രീതിയിലാണ് ഇവർക്കുള്ള കള്ളത്തരങ്ങൾ. ഈ കള്ളത്തരങ്ങൾ ആകെ വിളിച്ചെടുത്ത് കൊണ്ടുവരാൻ, ശ്രദ്ധയിൽ കൊണ്ടുവരാൻ, അതായത് നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ നടക്കുന്ന കൃഷിഫാമിലെ അഴിമതി വൻ അഴിമതിയാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ഒരു 6-5 മാസം കൂടെ അത് കൃഷിഫാമുകൾക്ക് മാറി പല ടൗൺഷിപ്പുകളും മാറിയിരിക്കുകയാണ്. ഈർമാണം, മറ്റേ ചിൽഡ്രൻസ് പാർക്ക് എന്ന് വേണ്ട അവിടെ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾക്ക് ഒരു പരിധിയില്ല. ഒരു നിർമ്മാണം നടത്തുന്നത് ആ സമയത്ത് തന്നെ നിങ്ങൾ നിർമ്മാണത്തിലുള്ള സാധനങ്ങൾ വിജയിച്ചു കൊണ്ടുക, അത് ആകപ്പാടെ അഴിമതി നടക്കുകയാണ്. ഈ അഴിമതികളെല്ലാം ഇതിന്റെ സമുദ്രമാണ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എന്റെ ഈ പ്രസംഗം അവസാനിപ്പിക്കുന്നു. മുഖ്യ പ്രവർത്തനം തകർത്തി MR സുരേഷ് BJP ജില്ലാ വൈസ് ബഹുമാനായ ഈ യോഗത്തിന്റെ അധ്യക്ഷൻ
ബിജെപിയുടെ ഏരിയ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീമാൻ രാജൻ പൂരം, ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന പാർട്ടിയുടെ കൊല്ലം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീമതി ആർ രാജി പ്രസാദ്, മുഖ്യ പ്രഭാഷണം നടത്തുന്ന പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീമാൻ എ ആർ അരുൺ, ഈ വേദിയിൽ ഉപേക്ഷയായിട്ടുള്ള നമ്മുടെ പാർട്ടിയുടെ ചില്ലറ മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീമതി ലക്ഷ്മി പ്രസാദ്, പാർട്ടിയുടെ മണ്ഡലം ജനറൽ സെക്രട്ടറിമാർ ശ്രീ ഗിരീഷ് വൈഡ, അനിൽകുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ശ്രീമാൻ അഭിജിത്ത് അശോകൻ, ബിന്ദു അശോകൻ, അനിതകുമാരി, വിജി ആർ തുടങ്ങിയ നേതാക്കന്മാരെ, ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ പ്രവർത്തകന്മാരെ, പ്രിയമുള്ള ജനാധിപത്യ വിശ്വാസികളെ, പ്രിയമുള്ളവരെ, ഭാരതീയ ജനതാ പാർട്ടി ഇട്ടിവ തുടയന്നൂർ ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു കൂട്ടധർണ നടത്തുവാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് അധ്യക്ഷനിവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞതാണ്. നമുക്കറിയാം, ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നിലവിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ബിജെപി ഇത്തരത്തിലൊരു സമര പരിപാടിയുമായി മുന്നോട്ട് വരുന്നത്. ഞങ്ങളും മുൻകാലങ്ങളിലൊക്കെ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ സമരവുമായി മുന്നോട്ട് വന്നിരുന്നു. അത് എല്ലാം അഴിമതിയുടെ പേരിലായിരുന്നു. ആ സമര പരിപാടികൾ ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് എങ്കിൽ അതില് എല്ലാ കാര്യത്തിലും വിജയമുണ്ടായിട്ടുണ്ട് എന്ന് തുറന്നു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ മുൻകാലങ്ങളിൽ ഇതിന്റെ പൂർവികരായിട്ടിരുന്ന ഭരണസമിതിയുടെ അംഗങ്ങളോട് ചോദിച്ചാൽ മനസ്സിലാവും ബിജെപി എന്തിനാണ് സമരവുമായി മുന്നോട്ട് വന്നത്, അതിന്റെ പരിണിത ഫലം എന്തായിരുന്നു എന്ന് ഇവിടത്തെ ഇപ്പൊ ഭരിക്കുന്നവരുടെ മുതിർന്ന നേതാക്കന്മാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരുമെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള സമരമെല്ലാം വിജയിപ്പിച്ച പാരമ്പര്യമുള്ള പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് ഇവിടുത്തെ ഭരണകർത്താക്കളെ പ്രത്യേകം ഓർമ്മിപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇവിടെ 4.5 വർഷക്കാലം കൊണ്ട് ഈ പഞ്ചായത്തിലാകമാനം നടന്നിട്ടുള്ള അഴിമതിയെ കുറിച്ച് ശ്രീമാൻ രാജൻ ഇവിടെ സൂചിപ്പിച്ചു. അത് വളരെ ചുരുക്കമാണ്. അക്കമിട്ട് നിരത്തുവാൻ ഞങ്ങൾ ഇപ്പോ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ജനങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്നത് പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ഈ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ പുതിയ കെട്ടിടം എന്ന് പറയുമ്പോ ഇപ്പം വന്നവരാരും ഇത് കണ്ട് ഇതെല്ലാം പുതുതായി വെക്കുന്നവരാണ് എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുണ്ട് എങ്കിൽ അത് തെറ്റിദ്ധാരണയാണ്. കാരണം ഇപ്പം കാണുന്നതിന്റെ 1/4 മാത്രമാണ് പുതുതായി 2,20,00,000 രൂപയ്ക്ക് സാധിച്ചു വെച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികൾ, ജനാധിപത്യത്തിന്റെ പേരിൽ ആണയിടുന്നവർ, അഴിമതിക്കെതിരെ സമരം നടത്തുന്നവർ, ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള ജനങ്ങൾ മനസ്സിലാക്കണമെന്നാണ് ഞങ്ങളുടെ വിനീതമായ അഭ്യർത്ഥന. കാരണം 2,20,00,000 എന്ന് പറയുമ്പോ നമുക്ക് ഒന്നുമില്ലേ, അതിന്റെ 18% GST ആണ്. നമുക്ക് മനസ്സിലാകും, നമ്മളൊക്കെ പൊതുപ്രവർത്തകരാണ്, രാഷ്ട്രീയ പ്രവർത്തകരാണ്. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് GST എത്ര പോകും, എത്ര കമ്മീഷൻ കിട്ടും എന്നുള്ളതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കുവാൻ അത് ഉട്ടോപ്പിയയിൽ പോയി പഠിച്ചിട്ടൊന്നും വരണ്ട. നമ്മളൊക്കെ സാധാരണ നമ്മളൊക്കെ ഇവിടെ ജീവിക്കുന്നവരാണ്. അപ്പോ അത് ഇവിടുത്തെ ഭരണകർത്താക്കൾ മനസ്സിലാക്കണമെന്നാണ് പറയുന്നത്. ഇപ്പൊ ഞങ്ങൾ ഈ സമരം നടത്തുവാൻ വേണ്ടി അതിന്റെ പോസ്റ്റർ ഒട്ടിച്ചപ്പോ തന്നെ അന്ന് രാത്രിയിൽ ഈ ജംഗ്ഷനിൽ ഉണ്ടായിരുന്ന പോസ്റ്ററുകൾ ഒട്ടുമിക്കവാറും കീറിക്കണം. അന്ന് രാത്രിയിൽ തന്നെ കീറിക്കണം. അവർക്കുണ്ടാകുന്ന അസ്വസ്ഥത നമുക്ക് മനസ്സിലാകും. പക്ഷേ നിങ്ങൾ കീറിയാലൊന്നും ഒരു രക്ഷയില്ല. ഞങ്ങൾ അതിനൊന്നും പ്രതികരിക്കാൻ പോയില്ല. കാരണം പോസ്റ്റർ കീറുന്നതിനും കൊടിയെടുക്കുന്നതിനും ഒക്കെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം പോയി സഹോദര. ഞങ്ങൾ ഇന്ന് വികസിത കേരളത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. ബിജെപിയുടെ പ്രസിഡന്റ്, സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ കടന്നു വന്നപ്പോ അദ്ദേഹം ജനങ്ങളുടെ മുന്നിലേക്ക് വെച്ച മുദ്രാവാക്യം വികസിത കേരളം എന്നുള്ളതാണ്. ആ വികസിത കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമായി ഭാരതീയ ജനതാ പാർട്ടി മാറിക്കഴിഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് സംവദിക്കുന്നത്, നമ്മൾ ഈ ഇത്തരത്തിലുള്ള ചർച്ച നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ 2,20,00,000 രൂപയിൽ 1 കോടി രൂപയിലധികം രൂപ കമ്മീഷനായി ഇവിടുത്തെ നേതാക്കന്മാർ കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് ബിജെപി വളരെ ഉത്തരവാദിത്വത്തോടു കൂടി ആരോപിക്കുകയാണ്. ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ഈ പറയുമ്പോ വെറുതെ പറഞ്ഞിട്ട് പോവുകയല്ല. ഞങ്ങൾ നാളെ വിജിലൻസിനെ സമീപിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. വിജിലൻസ് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തണം. ഇവിടുത്തെ കുറ്റക്കാരായിട്ടുള്ള
ഇവിടുത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരായിട്ടുള്ള എല്ലാവരെയും പേരെടുത്ത ഒരാളെയും പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അഴിമതി നടത്തിയിട്ടുള്ളവരാരായാലും ശരി, അവരെ ജനങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുവാൻ ഇവിടുത്തെ അധികാരികൾ തയ്യാറാകണമെന്നാണ് ഞങ്ങളുടെ വിനീതമായ അഭ്യർത്ഥന. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഭരണകർത്താക്കൾ തോറ്റാന പാടുന്ന കുറെ ജീവനക്കാരുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആ ജീവനക്കാർ നാളെ പെൻഷൻ മേടിക്കണോ വേണ്ടയോ എന്നുള്ള അവസ്ഥ ഇങ്ങനെ ഈ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥർ സ്വയം ചിന്തിക്കണമെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത്, ഞങ്ങൾക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത്. കാരണം നാളെ അവർക്ക് പെൻഷൻ മേടിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് ഇത്തരത്തിലുള്ള അഴിമതിക്ക് കൂട്ടുനിൽക്കുമ്പോ രണ്ടാമതൊന്നും കൂടി ആലോചിച്ചിട്ട് ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങളുടെ വിനീതമായ അഭ്യർത്ഥന. കാരണം ഇത് ചുവപ്പിൽ കുളിച്ചു നിൽക്കുക ഈ പഞ്ചായത്ത് ഓഫീസ്. സർക്കാരിന്റെ ഖജനാവിലുള്ള പണം ഉപയോഗിച്ച് പാർട്ടി പ്രവർത്തനത്തിനും കൊടിയുടെ നിറവും അടിച്ചു വെക്കുവാൻ വേണ്ടിയിട്ടാണോ ഈ സർക്കാർ ഫണ്ട് അനുവദിക്കുന്നത് എന്ന് ജനങ്ങളോട് വ്യക്തമാക്കണം. ഇവിടെ ചുവപ്പിൽ അങ്ങ് കുളിച്ചു നിൽക്കുക. ഇവിടെ വന്ന ഒരു പത്രപ്രവർത്തകൻ അവരോട് തന്നെ ചോദിച്ചു, ഈ മതിലെങ്കിലും ഇതിന്റെ വെള്ളയാക്കിയതിന് അതുകൂടി അങ്ങ് ചുവപ്പാക്കി കൂടായിരുന്നോ എന്ന് ചോദിക്കുന്ന തരത്തിലേക്ക്, സാധാരണ ജനങ്ങൾ ചോദിക്കുന്ന തരത്തിലേക്ക് ഈ പഞ്ചായത്തിന്റെ ഭരണകർത്താക്കൾ ഈ പഞ്ചായത്തിനെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ചുവപ്പ് ഞങ്ങൾക്ക് അലർജിയല്ല. അപ്പൊ കേട്ടുകൊണ്ടിരുന്ന ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, 2 വർഷം കഴിയുമ്പോൾ ഇത് കാവിയാകും, ഈ ചുവപ്പ് നാളെ കാവിയായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അങ്ങനെയാണ് ഈ രാജ്യത്ത് ഈ മാർക്സിസ്റ്റ് പാർട്ടി 3-2 ഭൂരിപക്ഷത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പശ്ചിമ ബംഗാൾ എന്ന് പറയുന്ന സംസ്ഥാനം. ആ സംസ്ഥാനത്തെ 24 പർഗാന എന്ന് പറയുന്ന ഒരു ജില്ല, ആ ജില്ലയിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഓഫീസ്, CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് BJP-യുടെ ഓഫീസായി മാറിയ ചരിത്രമുള്ള നാടാണിത്. ഈ BJP-യുടെ ഓഫീസായി മാറിയത് അതൊരു ജില്ലാ കമ്മിറ്റി ഓഫീസാണെങ്കിൽ ആയിരക്കണക്കിന് ഏരിയ കമ്മിറ്റി ഓഫീസുകൾ BJP ഓഫീസുകളായി പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും മാറുന്നു. ഇനി കേരളത്തിലും മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ ചുവപ്പടിച്ചു വെക്കാനൊന്നും മാർക്സിസ്റ്റ് പാർട്ടി അഴിമതി നടത്തുവാൻ ഈ ചുവപ്പിനെ മറയാക്കി പിടിച്ചിട്ടൊന്നും യാതൊരു കാര്യവുമില്ല എന്ന് ഇതിന്റെ നേതാക്കന്മാർ ഓർത്താൽ നന്ന് എന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. ഈ ചെയ്യുന്ന നേതാക്കന്മാർ ഇതാലോചിക്കണം. 2,20,00,000 രൂപ ഇവിടുത്തെ പൊതുഖജനാവിൽ നിന്നെടുത്ത് വിനിയോഗിക്കുമ്പോ അതിന്റെ ഗുണഭോക്താക്കളായിട്ട് വരുന്നവരാരാണ്? ഞങ്ങൾക്കറിയാം, ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. ആ പൈസ മര്യാദയ്ക്ക് തിരിച്ചടയ്ക്കുവാൻ ഇവിടുത്തെ ജനാധിപത്യത്തിൽ അല്പമെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് പൊതുസമൂഹത്തോട് തുറന്നു പറയുവാനെങ്കിലും ഈ പൈസ കെട്ടുകൊണ്ടുപോയ നേതാക്കന്മാർ തയ്യാറാക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ വിനീതമായ അഭ്യർത്ഥന. കാരണം അഴിമതി നടത്തുവാൻ 5 വർഷം അധികാരം കിട്ടിയാൽ പിന്നെ ഞങ്ങൾക്ക് എന്ത് തോന്നിയാസവും ചെയ്യാം എന്ന് തീരുമാനിച്ച് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. 4.5 വർഷക്കാലമായി ഞങ്ങൾ ശബ്ദിച്ചില്ല. ഞങ്ങളുടെ 4 മെമ്പർമാർ, BJP-യുടെ 4 മെമ്പർമാർ ഈ പഞ്ചായത്തിലുണ്ട്. അതോടൊപ്പം തന്നെ 4 മെമ്പർമാരുള്ള കോൺഗ്രസുമുണ്ട്. അവർക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. അവർക്ക് ഈ അഴിമതിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. നമ്മൾ മനസ്സിലാക്കുന്നത് അവർ ദേശീയ തലത്തിലുള്ള സഖ്യത്തിന്റെ ഭാഗമാണ് ഇട്ടിവ പഞ്ചായത്തിലുമെന്നാണ്. CPM-ഉം കോൺഗ്രസും ഈ ഇട്ടിവ പഞ്ചായത്തിൽ സഖ്യത്തിലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം അവർക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. എന്ത് അഴിമതി നടത്തിയാലും അവർക്ക് പ്രത്യേകിച്ച് യാതൊരു പ്രതികരണവുമില്ല. ഈ ഒരു അവസ്ഥ ഈ പഞ്ചായത്തിൽ സംജാതമായിരിക്കുന്നു. അപ്പൊ 4 മെമ്പർമാരുള്ള BJP ഈ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങുകയാണ്. നാളെ ജനസമക്ഷം വിജിലൻസിന് പരാതി കൊടുക്കുന്നതോടൊപ്പം ജനസമക്ഷം ഈ അഴിമതിയുടെ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് അതിന് ജനകീയ കൂട്ടായ്മ വരുത്തുവാനും BJP നാളുകളിൽ പരിശ്രമിക്കും. BJP-യോട് യോജിക്കാത്തവർ പോലും, BJP-യുടെ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കാത്തവർ പോലും കടന്നു വന്ന് നിങ്ങളെങ്കിലും ഇതിനു വേണ്ടി തയ്യാറായല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെയൊക്കെ, ഇതിന്റെ പ്രവർത്തകരെയൊക്കെ പ്രശംസിക്കുന്ന അനുഭവമാണ് കഴിഞ്ഞ 3-4 ദിവസമായി ഞങ്ങൾക്കുണ്ടായത്. ഇതിന്റെ പോസ്റ്റർ ഒടിച്ചപ്പോ, ഇതിന്റെ പ്രവർത്തനം ഇന്നലെ രാത്രി ഈ കൊടി കെട്ടിയപ്പോൾ പോലും ആൾക്കാർ വന്ന് പറയുന്നു, നിങ്ങളെങ്കിലും ഇതിന് പ്രതികരിക്കാൻ തയ്യാറായല്ലോ എന്ന്. തീർച്ചയായിട്ടും എന്നും ജനപക്ഷത്ത് നിന്നുകൊണ്ട് ജനങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നാളുകളിൽ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകും.
വിജിലൻസ് അന്വേഷണം നടത്തി അതിൽ കുറ്റക്കാരായിട്ടുള്ള മുഴുവൻ പ്രതികളെയും ശിക്ഷിക്കുന്നത് വരെ ഭാരതീയ ജനതാ പാർട്ടി ഈ കാര്യത്തിൽ മുന്നോട്ട് പോകുമെന്നും അതിനുവേണ്ടി ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളായ മുഴുവൻ ജനങ്ങളുടെയും ആത്മാർത്ഥമായ പിന്തുണയും സഹകരണവും ഉണ്ടാകണമെന്നുമാണ് ഞങ്ങളുടെ വിനീതമായ അഭ്യർത്ഥന. ഞങ്ങൾ ഇത്തരത്തിലുള്ള സമര പരിപാടികളുമായി കടന്നു വരുമ്പോ ഇവിടുത്തെ ഈ പഞ്ചായത്തിൽ നടക്കുന്ന മുഴുവൻ അഴിമതികളും പൊതുജനങ്ങൾ സമക്ഷം ഒൻപതിനായി പൊതുജനങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുവാൻ ഞങ്ങൾ തയ്യാറാകും. ഇന്ന് ഞങ്ങളൊരു തുടക്കം മാത്രമാണ്. ഇന്ന് തുടങ്ങിയിട്ടുള്ള ഈ സമരം നാളെ ഈ ഇട്ടിവ പഞ്ചായത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഞങ്ങൾ വ്യാപിപ്പിച്ചുകൊണ്ട് ശക്തമായ സമര പരിപാടികളുമായി BJP മുന്നോട്ട് പോകുമെന്ന് മാത്രം അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്തേ. ഈ യോഗം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതിനായി ജില്ലയുടെ ആരാധ്യയായ പ്രസിഡന്റ് ശ്രീ രാജീവ് പ്രസാദ് ക്ഷണിക്കുന്നു. നല്ലയുടെ ആരാധനായ അധ്യക്ഷൻ BJP ഇട്ടിവ ഏരിയയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ രാജൻ കൂടൻ, ഈ പ്രതിഷേധ ധർമ്മയിലേക്ക് സ്വാഗതം ആശംസിച്ച ഏരിയയുടെ ഗ്രാമപഞ്ചായത്ത് അംഗമായിട്ടുള്ള ശ്രീ അഭിജിത്ത്, ഈ ധർമ്മയിൽ ആമുഖ പ്രഭാഷണം നടത്തിയ പാർട്ടിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ എം ആർ സുരേഷ്, മുഖ്യ പ്രഭാഷണം നടത്തിയിട്ടുള്ള പാർട്ടിയുടെ ആരാധനായ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ AR അരുൺ, ആശംസകൾ അർപ്പിക്കാൻ എത്തിയിട്ടുള്ള പാർട്ടിയുടെ ചിതറ മണ്ഡലത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി ലക്ഷ്മി, BJP മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീ ഗിരീഷ് വയലാർ, മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീ അനിൽകുമാർജി, അതേപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായിട്ടുള്ള ശ്രീ ബിന്ദു അശോകൻ, ശ്രീമതി അനിതാകുമാരി, BGR, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ എല്ലാവർക്കും തന്നെ നമസ്കാരം. ഇന്ന് ഇത്തരത്തിലൊരു പ്രതിഷേധ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചതിന്റെ ആവശ്യത്തെക്കുറിച്ച് എനിക്ക് മുമ്പ് പ്രസംഗിച്ച അധ്യക്ഷനും അതേപോലെ തന്നെ ആമുഖ പ്രഭാഷകനും വളരെ വ്യക്തമായി സൂചിപ്പിച്ചു. നമുക്കറിയാം, ഒരു ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം ഒരു വീട് നിർമ്മിക്കാൻ ഗവൺമെന്റ് കൊടുക്കുന്നത് 4 ലക്ഷം രൂപയാണ്. ആ 4 ലക്ഷം രൂപ കൊടുക്കുമ്പോൾ അതിൽ നിന്ന് ബാക്കി 3 ലക്ഷം രൂപ കൂടി കടം മേടിച്ചുകൊണ്ട് ഒരു സാധാരണക്കാരൻ, ഒരു പാവപ്പെട്ടവൻ നല്ലൊരു വീട് വെക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ 2,20,00,000 രൂപ മുടക്കി ഇതേപോലെ ഒരു കോഴിക്കോട് ഉണ്ടാക്കിയതിന്റെ കൃത്യമായ തെളിവുകൾ അത് കൃത്യമായി നിങ്ങൾ വിജിലൻസിന്റെ മുമ്പിൽ പറയേണ്ടി വരും. അതിനു വേണ്ടുന്ന സമര പരിപാടികളുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോവുക തന്നെ ചെയ്യുമെന്ന ആദ്യം തന്നെ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. കാരണം എന്താ വെച്ചാല്, സാധാരണക്കാരനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നമുക്കറിയാം, വൈദ്യുതി കാലം വർദ്ധിപ്പിക്കുന്നു, കുടിവെള്ളത്തിന്റെ കാലം വർദ്ധിപ്പിക്കുന്നു, നികുതിയുടെ കാലം വർദ്ധിപ്പിച്ചുകൊണ്ട് സാധാരണക്കാരെ പൊറുതിമുട്ടിക്കുന്ന രീതിയിലുള്ള ഒരു നിയമവ്യവസ്ഥയിലൂടെയാണ് നമ്മുടെ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. ഏതൊക്കെ തരത്തിൽ സാധാരണക്കാരനെ ബുദ്ധിമുട്ടിക്കാം. ഇപ്പൊ എന്താണ് ഒരു പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുന്നു, ലൈഫ് മിഷൻ പദ്ധതി നടപ്പിലാക്കാതെ. നമുക്കറിയാം, ഇവിടുത്തെ ഗവൺമെന്റ്, അതായത് പിണറായി വിജയന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്ന സമയത്ത് പ്രകടന പത്രികയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം എല്ലാ ജനങ്ങൾക്കും സൗജന്യമായി വീടുകൾ നൽകും, എല്ലാവർക്കും വീടുകൾ നൽകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടുത്തെ സാധാരണക്കാരന് വോട്ട് വാങ്ങിച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് അധികാരത്തിലുള്ളത്. പക്ഷേ ഇന്ന് ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം വീട് നിർമ്മിക്കാനുള്ള സാമ്പത്തിക സഹായം കൊടുക്കാൻ ഇവിടുത്തെ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് സാധിക്കുന്നില്ല. അതിന് പകരം പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന വീടുകൾ, നമുക്കറിയാം, നമ്മുടെ നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ചില സാധാരണക്കാർക്ക് പ്രയോജനപ്പെടുന്ന പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. സൗജന്യമായി ആവാസ് യോജന പദ്ധതി പ്രകാരം എല്ലാവർക്കും വീട്, എല്ലാവർക്കും കുടിവെള്ളം ലഭിക്കാൻ ജലജീവൻ മിഷൻ പദ്ധതി പ്രകാരം, ലൈഫ് മിഷൻ പദ്ധതി, ജലജീവൻ മിഷൻ പദ്ധതി പ്രകാരം എല്ലാവർക്കും കുടിവെള്ളം, ഇങ്ങനെ ഒട്ടനവധി പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ആവാസ് യോജന പദ്ധതി പ്രകാരം ആ പദ്ധതിയിൽ ഒപ്പിടാത്ത 2 സംസ്ഥാനങ്ങൾ, ഒരു സംസ്ഥാനം നമ്മുടെ കേരളമായിരുന്നു. കാരണം എന്താ വെച്ചാൽ, പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം നടപ്പിലാക്കുന്ന വീടുകളുടെ മുന്നിൽ PMAY പദ്ധതി എന്ന് എഴുതി വെക്കണം. ആ PMAY പദ്ധതി പ്രകാരം നൽകുന്ന വീടുകൾ അവർ തീർച്ചയായിട്ടും അവർ നരേന്ദ്രമോദിയോടൊപ്പം നിന്നുകൊണ്ട് സഹായങ്ങൾ, അല്ലെങ്കിൽ നരേന്ദ്രമോദി നടപ്പിലാക്കുന്ന പദ്ധതി പ്രകാരം കിട്ടിയ വീടാണെന്ന് പറയുന്നത് കൊണ്ട് ആ പദ്ധതി നടപ്പിലാക്കുന്നില്ല. പക്ഷെ ഇപ്പൊ ഇന്ന് ലൈഫ് മിഷൻ പദ്ധതി, ആ പദ്ധതി
പദ്ധതി നടപ്പിലാക്കാത്തത് കൊണ്ട് ലൈഫ് മിഷൻ പദ്ധതിയിൽ അടുത്ത അപേക്ഷകൾ, ആ അപേക്ഷകർക്കാർക്ക് ഇന്ന് ആവാസ് യോജന പദ്ധതി പ്രകാരം വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ അതിനുവേണ്ടി ലിസ്റ്റ് എടുക്കണമെന്നാണ് ഇന്ന് പഞ്ചായത്ത് ഡയറക്ടർ ഗ്രാമപഞ്ചായത്തുകൾ കൊടുത്തിരിക്കുന്ന ഓർഡറുകൾ. നോക്കൂ, ഇന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകാൻ ഫണ്ടില്ല. മാർച്ച് 31 ആകുമ്പോൾ ഞാനൊക്കെ ജനപ്രതിനിധിയായിരിക്കുന്നവരാണ്. 2005 കാലഘട്ടങ്ങളിലൊക്കെ ജനപ്രതിനിധിയായിട്ടിരിക്കുന്ന സമയത്ത് മാർച്ച് 31 ആകുമ്പോൾ ജനപ്രതിനിധികൾ ഓട്ടമാണ്. കാരണം എന്താ വെച്ചാൽ ആ പരമാവധി ഫണ്ടുകൾ സാധാരണ ജനങ്ങൾക്ക് എത്തിച്ചുകൊണ്ട് എല്ലാവർക്കും വേണ്ടുന്ന സഹായങ്ങൾ നൽകുന്നുണ്ട്. പക്ഷേ ഈ വർഷങ്ങളിൽ മാർച്ച് 31 ആകുമ്പോൾ ജനപ്രതിനിധികൾക്കാവട്ടെ പഞ്ചായത്ത് ഓഫീസിലെ ജീവനക്കാർക്കാവട്ടെ യാതൊരു ഓട്ടമോ അല്ലെങ്കിൽ അതിന് പദ്ധതി നടപ്പിലാക്കാൻ കഴിയുന്ന താല്പര്യമോ ഇല്ല. കാരണം എന്താ വെച്ചാൽ ഇന്ന് തദ്ദേശ സ്വയംഭരണങ്ങൾക്ക് കൊടുക്കാനുള്ള ഫണ്ട് പോലും കൊടുക്കാൻ ഇവിടുത്തെ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് കഴിയുന്നില്ല. അത്തരത്തിലൊരു പഠനത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതിനൊക്കെതിരെ ശക്തമായ സമര പരിപാടികളുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇവിടുത്തെ ഭരണസമിതികൾ നമുക്കറിയാം, എഴുതി ഭരിക്കുന്ന എല്ലാ പഞ്ചായത്തുകളും ഇത്തരത്തിൽ ഇവിടെ ഇപ്പോൾ മാത്രമല്ല മുഴുവൻ പഞ്ചായത്തുകളും ഇത്തരത്തിലുള്ള അഴിമതികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 4 വർഷക്കാലം ഇവിടെ നടത്തിയ മുഴുവൻ പദ്ധതികളിലും വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇനി ഭാരതീയ ജനതാ പാർട്ടി ഇത്തരത്തിലുള്ള സമര പരിപാടിയായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇതൊരു പ്രതിഷേധ ധർണയിൽ അവസാനിപ്പിക്കില്ല. ഇതിന്റെ യഥാർത്ഥ പ്രതികളെ മുൻപിൽ എത്തിക്കുന്നത് വരെ, അവർക്ക് നടപടിയെടുക്കുന്നത് വരെ വലിയ ശക്തമായ സമര പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം പാവപ്പെട്ടവനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് പാവപ്പെട്ടവർ വരുന്ന പദ്ധതികൾ നടപ്പിലാക്കാതെ ഇത്തരത്തിൽ അഴിമതി നടത്തുന്നവർക്കെതിരെ ശക്തമായ സമര പരിപാടികൾ ചെയ്യുക തന്നെ ചെയ്യും. LDF ഗവൺമെന്റ് എല്ലാം ശരിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിലേക്ക് നടത്തിയിരിക്കുന്നത്. സാധാരണ പ്രായച്ച അമ്മമാർക്ക് ക്ഷേമ പെൻഷനുകൾ നൽകാൻ സാധിക്കുന്നില്ല. നമ്മളൊക്കെ കണ്ടതാണ് ഇടുക്കി അടക്കമുള്ള നമ്മുടെ അടുത്തുള്ള ജില്ലകളിൽ പാവപ്പെട്ട മറികച്ചടത്തെ അടക്കമുള്ള ക്ഷേമ പെൻഷൻ കിട്ടാത്തതിന്റെ പേരിൽ തെരുവൂരുകളിൽ പിച്ചച്ചട്ടിയുമായി ഇറങ്ങേണ്ടി വരുന്ന ഒരവസ്ഥ. അതേപോലെ തന്നെ ലൈഫ് മിഷൻ പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല. എന്നിന് പറയുന്നു, നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പല പദ്ധതികളും കേന്ദ്ര വിഹിതം നൽകിയിട്ട് പോലും സംസ്ഥാന വിഹിതം നൽകാൻ ഇവിടുത്തെ സംസ്ഥാന ഗവൺമെന്റിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ പ്രധാനമന്ത്രിയുടെ സ്വപ്നസാക്ഷാത്കാര പദ്ധതിയുടെ ലൈഫ് മിഷൻ ജലജീവൻ മിഷൻ പദ്ധതി. ആ ജലജീവൻ മിഷൻ പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞാൽ ഒട്ടനവധി പേർക്ക് കുടിവെള്ളം ലഭിക്കാൻ സാധിക്കും. പക്ഷേ കേന്ദ്ര വിഹിതം നൽകിയിട്ടും സംസ്ഥാന വിഹിതം കൊടുക്കാത്തതിന്റെ പേരിൽ ആ പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല. അതേപോലെ തന്നെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ ഏതാണ്ട് 5 ലക്ഷം രൂപയുടെ ചികിത്സാ സഹായം നൽകുന്ന കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കേന്ദ്ര വിഹിതം നൽകി കഴിഞ്ഞു. പക്ഷേ സംസ്ഥാന വിഹിതം നൽകാത്തതിന്റെ പേരിൽ ആ പദ്ധതി കൃത്യമായി നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ നരേന്ദ്രമോദി നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ പലതും നമ്മുടെ ഈ കേരളത്തിൽ നടപ്പിലാക്കാതെ ആ പദ്ധതികളും ആ ഫണ്ടുകളും ഇന്ന് ദുർവിനിയോഗം ചെയ്യുന്ന അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനൊക്കെ ഒരു മാറ്റമുണ്ടാകാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പല പദ്ധതികളും ഇവിടെ നടപ്പിലാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നമുക്കറിയാം, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പോലും ഒരുപക്ഷെ നമ്മുടെ കൊല്ലം ജില്ലയെ സംബന്ധിച്ച് നമ്മുടെ അമ്മമാർ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്നത് കശുവണ്ടി മേഖല, കയർ മേഖലയുള്ള വ്യവസായ സംരംഭങ്ങളായിരുന്നു. പക്ഷെ ഇന്ന് ആ കശുവണ്ടി മേഖല അടച്ചുപൂട്ടിയിരിക്കുന്നു, കയർ മേഖല നശിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് സ്വയം തൊഴിൽ ചെയ്യാനോ യാതൊരുവിധ സംരംഭങ്ങൾ അല്ലെങ്കിൽ ഒരു വനിതയ്ക്ക് സ്വന്തം സംരംഭം നടത്താൻ വേണ്ടുന്ന പദ്ധതികളാവട്ടെ, അല്ലെങ്കിൽ അവർക്ക് സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടുന്ന വ്യവസായ സംരംഭങ്ങളാവട്ടെ, ഇതൊന്നും നടപ്പിലാക്കാൻ നമ്മുടെ ഗവൺമെന്റുകൾക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ എന്റെ കേന്ദ്ര ഗവൺമെന്റ് കോടികൾ രൂപ കൊടുക്കാൻ തയ്യാറാണ്. ഇപ്പം തന്നെ തൊഴിലുറപ്പ് പദ്ധതി നമുക്കറിയാം. തൊഴിലുറപ്പ് പദ്ധതിയിൽ കൃത്യമായി ഇന്ന് ജനങ്ങളെ പറഞ്ഞു പഠിച്ചിരിക്കുന്നത് എന്താണ്, മോദി പൈസ കൊടുക്കാത്തത് കൊണ്ടാണ് തൊഴിലുറപ്പ് ജോലി ചെയ്ത അമ്മമാർക്ക് പൈസ കിട്ടാത്തതെന്ന്. പക്ഷെ ഒന്ന് വ്യക്തമാക്കണം, കൃത്യമായ കണക്ക് കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന ഓരോ തുകയ്ക്കും കൃത്യമായ കണക്കുകൾ കേന്ദ്ര ഗവൺമെന്റ് നൽകിയെങ്കിൽ മാത്രമേ മോദി സർക്കാർ കൃത്യമായ തുക നൽകിയുള്ളൂ. നമുക്കറിയാം, തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് കൃത്യമായ കണക്കുകൾ കിട്ടാത്തതിന്റെ പേരിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്ന അമ്മമാർക്ക് പൈസ കുടിശ്ശിക വന്ന് കിടക്കുന്നത്. കാരണം കൃത്യമായ കണക്കുകൾ നൽകി കഴിഞ്ഞാൽ കൃത്യമായ പൈസ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തും. 210 രൂപയിൽ നിന്ന് തുടങ്ങിയ തൊഴിലുറപ്പ് ഇന്ന് 375 രൂപയാക്കാൻ ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് സാധിച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായി നിങ്ങളുടെ കൈകളിൽ നമുക്കറിയാം, ഇടനിലക്കാരില്ലാതെ നേരിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക സഹായം കിട്ടുന്നുണ്ട് എങ്കിൽ അത് മോദി ഗവൺമെന്റ് നടപ്പിലാക്കിയ വികസന പ്രവർത്തനത്തിലൂടെ മാത്രമാണ്. അപ്പൊ ഈ തൊഴിലുറപ്പ് പദ്ധതി, അതേപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതി ചെയ്യുന്ന അമ്മമാരോട് പറഞ്ഞിരിക്കുന്നത്, ഇന്ന് മോദി ഗവൺമെന്റ് പൈസ തരുന്നില്ല, തൊഴിലുറപ്പ് ഇല്ലാതാകാൻ പോകുന്നു. അതേപോലെ തന്നെയാണ് കുടുംബശ്രീക്കാരെയും തൊഴിലുറപ്പ് അമ്മമാരെയും ഒക്കെ ഇവിടുത്തെ MLA-മാരും മന്ത്രിമാരും വരുമ്പം അണിയിച്ചൊരുക്കി അവരോടൊപ്പം വേദി പങ്കിടാൻ വേണ്ടി മാത്രം വിളിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരായി മാറ്റിയിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ
അവർ പറയുന്നത് ഇന്ന് തൊഴിലുറപ്പിന് പൈസ കൊടുക്കുന്നത് സംസ്ഥാന ഗവൺമെന്റാണ്. അതേപോലെ തന്നെ കുടുംബശ്രീ മിഷൻ വഴി പദ്ധതി നൽകുന്നത് സംസ്ഥാന ഗവൺമെന്റാണ്. പക്ഷേ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്കറിയാം, അതിന് പത്രമാധ്യമങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും കൃത്യമായിട്ട് അവർക്ക് സാമ്പത്തിക സഹായം നൽകുന്നത് ആരാണെന്നുള്ളത് കൃത്യമായ അറിവും സമൂഹമാണ് ഇവിടെ ഉള്ളതെന്നത് ജനാധിപത്യ മുന്നണിയിൽ സർക്കാർ നമുക്കറിയാം. ഇന്ന് മോദി ഗവൺമെന്റ് സാധാരണക്കാരോടൊപ്പം അവരോധന പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, ഇന്ന് യുവാക്കൾ പക്ഷേ വിദ്യാഭ്യാസ കാത്തിരിക്കുകയാണ്. കാരണം അവർക്ക് ജോലി നൽകാൻ സാധിക്കുന്നില്ല. ബന്ധുജന നിയമനം മൂലം MLA-മാരുടെയും MP-മാരുടെയും മന്ത്രിമാരുടെയും ഭാര്യമാരെയും മക്കളെയും ഒക്കെ ഇല്ലാത്ത തസ്തികയിലെ ചുമതലകൾ ജോലികൾ നൽകുമ്പോൾ ഇന്ന് ഇതിനെ പോലെ പകലാക്കി രാപ്പകൽ പഠിച്ച ഉദ്യോഗാർത്ഥികൾ ഇന്ന് PSC പരീക്ഷ എഴുതിയ റാങ്ക് ലിസ്റ്റിൽ പേരുണ്ടായിട്ട് പോലും സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരം ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. കാരണം അവർക്ക് ജോലി കൊടുക്കുന്നില്ല. അതേപോലെ തന്നെയാണ് കോവിഡ് സമയത്ത് നമ്മുടെയൊക്കെ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചവരാണ് ആശാപ്രവർത്തകര്. കാരണം എന്ന് വെച്ചാൽ കോവിഡ് എന്ന മഹാമാരി നമ്മുടെ ഈ രാജ്യം മുഴുവൻ നശിപ്പിക്കുന്ന സമയത്ത് നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മളൊക്കെ കോവിഡ് കാരണം പുറത്തു പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ വീടുകളിൽ ഇരിക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടുന്ന മരുന്ന്, അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ, ഏത് തരത്തിലുള്ള ആവശ്യങ്ങളും കാരണം കോവിഡ് ഞങ്ങൾക്ക് പിടിപെടും എന്ന് പോലും മനസ്സിലാക്കിയിട്ട് അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് നമ്മളോടൊപ്പം നിന്നവരാണ് ആശാപ്രവർത്തകർ. ആ ആശാപ്രവർത്തകർ ഇന്ന് 10 ദിവസം കൊണ്ട് സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ വേതനത്തിന് വേണ്ടി സമരം ചെയ്യുന്ന അവസ്ഥയാണ്. ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായങ്ങൾ ഗവൺമെന്റ് നൽകുന്നെന്ന് പറയുമ്പോഴും സാധാരണക്കാരായ ജനങ്ങളെ പൊതിപ്പിച്ചുണ്ട്. ആശാപ്രവർത്തകർക്ക് ശമ്പളം കൊടുക്കുന്നില്ല. അതേപോലെ തന്നെ KSRTC ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നില്ല. MLA-മാരും MP-മാരുമൊക്കെ അവരുടെ ഫണ്ടുകൾ ഉപയോഗിച്ച് കോടിക്കണക്കിന് ഇവിടെ കണ്ണാടി മേടിക്കണമെങ്കിൽ പോലും 45,000 50,000 രൂപയുടെ കണ്ണാടികൾ മേടിക്കുമ്പോൾ സാധാരണക്കാർക്ക് കൃത്യമായി പെൻഷൻ നൽകാനോ ഇവിടുത്തെ ആശാപ്രവർത്തകരെ പോലുള്ള ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം നൽകാനോ KSRTC ജീവനക്കാർക്ക് ശമ്പളം നൽകുവാനോ ഇവിടുത്തെ ഗവൺമെന്റിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതിനെതിരെ ശക്തമായ സമര പരിപാടികളുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകുന്നത് പറഞ്ഞുകൊണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ എത്തിയ മുഴുവൻ പ്രവർത്തകർക്ക് ഈ അവസരത്തിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നടത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഈ ധർണാ സമരം മുഖ്യ പ്രഭാഷണം നടത്തുന്നതിനായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി AR അരുൺ അവർ ക്ഷണിച്ചു. ബഹുമാനായിട്ടുള്ള ഈ ധർണയുടെ അധ്യക്ഷൻ ശ്രീ രാജൻ ചേട്ടൻ, ഇവിടെ സ്വാഗതം ആശംസിച്ച ഈ പഞ്ചായത്തിൻ്റെ അംഗം കൂടിയായിട്ടുള്ള ശ്രീ അഭിജിത്ത്, ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത പാർട്ടിയുടെ ആദരണീയായിട്ടുള്ള ജില്ലാ പ്രസിഡന്റ് ശ്രീമതി രാജീവ്പ്രസാദ് അവർ, ഇവിടെ ആമുഖ പ്രസംഗം നടത്തിയ ബഹുമാനായിട്ടുള്ള BJPയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ MR സുരേഷ് അവർ, അതുപോലെ ഇവിടെ ആശംസകൾ അർപ്പിക്കുന്ന പാർട്ടിയുടെ മണ്ഡലത്തിന്റെ ആരാധിയായിട്ടുള്ള മണ്ഡലം പ്രസിഡന്റ് ശ്രീമതി ലക്ഷ്മി പ്രസാദ് അവർ, BJPയുടെ മണ്ഡലത്തിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ ഗിരീഷ് അവർ, അതുപോലെ തന്നെ മണ്ഡലത്തിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ അനിൽകുമാർ അവർ, വാർഡ് മെമ്പർമാരായിട്ടുള്ള ശ്രീമതി ബിന്ദു അശോകൻ, ശ്രീമതി അനിത കുമാരി, ശ്രീമതി വിജി ആർ, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പാർട്ടിയുടെ ബഹുമാനായിട്ടുള്ള പ്രവർത്തകരെ, ജനാധിപത്യ വിശ്വാസികളെ, ഇത്തരത്തില് ഒരു ധർണ ഇവിടെ സംഘടിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് എനിക്ക് മുൻപ് സംസാരിച്ചവർ വളരെ വിശദമായിട്ട് പറയുകയുണ്ടായി. നമ്മള് സാധാരണഗതിയിൽ പറയുമ്പോൾ മത്തൻ കുത്തിയ കുമ്പളം മുളയ്ക്കില്ല എന്ന് പറയും. അത് തന്നെയാണ് പറയാനുള്ളത്. CPM-ന്റെ ഭരണം സംസ്ഥാനത്ത് നടക്കുമ്പോൾ ഗ്രാമപഞ്ചായത്തിൽ CPM-അല്ലേ ഭരിക്കുന്നത്. അപ്പോൾ അഴിമതിയുടെ കൂത്തരങ്ങായിട്ടുള്ള സംസ്ഥാനത്ത് അവരെ കൊണ്ട് ഒക്കുന്ന രീതിയിൽ അഴിമതി നടത്താൻ വേണ്ടുന്ന സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് ഇവിടുത്തെ CPM-മാരുടെ ഒരു അവസ്ഥയാണ്. അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറയുന്നത് മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കില്ല എന്ന് പറയുന്നതാണ്. സംസ്ഥാന സർക്കാർ ഇങ്ങനെയാണെങ്കിൽ പിന്നെ പഞ്ചായത്തിന്റെ സ്വയംഭരണ വകുപ്പിന്റെ പ്രവർത്തനത്തിന് CPM വന്നാൽ ഇങ്ങനെ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ എനിക്ക് മുൻപ് ഇവിടെ സൂചിപ്പിച്ച ജനം പറഞ്ഞതുപോലെ
ഏകദേശം 4000 അടുപ്പിച്ചുള്ള ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിന് 2,20,00,000 രൂപയാണ് ചെലവഴിച്ചിരിക്കുന്നത്. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 2,20,00,000 രൂപ ചെലവഴിച്ചിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങള് കൃത്യമായിട്ട് കരുതുന്നു. TS കിട്ടിയത് എന്നെ സംബന്ധിച്ച് ഞങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. ഇവിടെ അനുമതി കൊടുത്തതിനെ സംബന്ധിച്ചൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് വിവരാവകാശ നിയമം നിലനിൽക്കുന്നുണ്ടല്ലോ. ഈ വിവരാവകാശം അനുസരിച്ച് ഞങ്ങൾ അത് വളരെ കൃത്യമായി അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മൾ എടുത്തു കഴിയുമ്പോ ഇവിടുത്തെ സഹാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് മനസ്സിലാക്കണം. നിങ്ങളെ വലിയ നേതാവുണ്ടല്ലോ നമ്മുടെ മുഖ്യമന്ത്രി, ഇപ്പൊ കിടന്ന് വെള്ളം കുടിക്കുക. എന്തിനാ വെള്ളം കുടിക്കുന്നത്? മോളൊരു തട്ടിപ്പാമ്പരി കൂട്ടിക്കിട്ട് കൊടുക്കാത്ത സേവനത്തിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപ മേടിച്ചെടുത്ത് അച്ഛന്റെ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുമെന്നാണ് പറയുക. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് പിടിമുറുക്കിയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ അതിന്റെ വളരെ കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളുമായിട്ട് SFI ഒക്കെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ മൂത്ത നേതാവ് കാണിച്ചു കൊടുക്കുന്ന വഴിയെ നമ്മുടെ ഇവിടുത്തെ നേതാക്കന്മാർ നടന്നാൽ ഇവിടെ കാണിച്ചുള്ള ഇതേ അഴിമതി അത് പുറത്തു കൊണ്ടുവരാൻ ഇവിടത്തെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ പ്രതിജ്ഞാബദ്ധമാണ്. അത് തന്നെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയെ പല ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും പിന്നോട്ട് മാറി നിൽക്കുകയാണ്. പലപ്പോഴും നമുക്ക് ഗ്രാമപഞ്ചായത്തിൽ അംഗങ്ങൾ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ കാലങ്ങളിൽ. പക്ഷേ അടുത്ത കാലങ്ങളിലായിട്ട് നമുക്ക് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളിൽ BJPയുടെ അംഗങ്ങൾ എത്തിയതിനു ശേഷം പണ്ട് LDF, UDF എന്ന് പറഞ്ഞ 2 സംവിധാനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവരൊക്കെ നമ്മൾ നാട്ടിൽ പറയുന്ന പോലെ ഒക്കെ ചങ്ങായികളാണ്. ഇവരെ പരസ്പരം ഒരു ധാരണ പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും പഠിച്ച് അല്ലെങ്കിൽ മേടിച്ചും കൊടുത്തും പഠിച്ച് നാടിനെ മുഴുവൻ നശിപ്പിക്കുന്ന, നാടിനെ മുഴുവൻ ആ കാര്യങ്ങൾ ഊറ്റിയെടുക്കുന്ന, ജനങ്ങൾക്ക് ഉപകാരപ്രദമായി നടപ്പിലാക്കേണ്ട പദ്ധതികളിൽ വലിയ രീതിയിൽ അഴിമതി നടത്തി പരസ്പരം അവർ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ അംഗങ്ങൾ ഗ്രാമപഞ്ചായത്തുകളിനുള്ളിലേക്ക് എത്തിച്ചേർന്നപ്പോ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പല ഗ്രാമപഞ്ചായത്തുകളിലെ അഴിമതികൾ പുറത്തു വരുവാനും ഇവർ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിക്കൊണ്ടിരുന്ന അഴിമതികളെ പുറത്തു കൊണ്ടുവരാനും ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിയും. കാര്യം ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമാണുള്ളത്. രാഷ്ട്രായ ഇവൻ നമ എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി പറയുക. രാഷ്ട്രത്തെ സേവിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ള ലക്ഷ്യബോധത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഭാരതീയ ജനതാ പാർട്ടി. അതിന് നേതൃത്വം നൽകുന്നത് ഇന്ന് ലോകാരാധനായിട്ടുള്ള മോദിജിയാണ്. മോദി നടപ്പിലാക്കിയുള്ള സേവന വികസന പദ്ധതികളെ സംബന്ധിച്ച് നമുക്ക് ഏവർക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിലെ രാഷ്ട്ര സേവന മുഖമുദ്രയാക്കി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകുമ്പോ നമ്മുടെ കേരളം, നമ്മുടെ ബഹുമാനിയായിട്ടുള്ള പ്രസിഡന്റ് മുൻപ് സൂചിപ്പിച്ചതുപോലെ കേരളം അതേപോലെയുള്ള ചില സംസ്ഥാനങ്ങളിൽ മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മുഖം തിരിച്ചു നിൽക്കുന്നത്? ഇത് ഇത്തരത്തിലുള്ള അഴിമതികൾ നടത്തുവാനുള്ള ഒരു സംവിധാനം. കാര്യം ഇത്തരത്തിൽ അഴിമതി നടത്തി കുറ്റസാധ്യന്മാർ വരെ വീഴ്ച കൽപ്പിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം ഈ കേരളത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അവര് കേന്ദ്ര ഗവൺമെന്റുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറാകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇട്ടിവ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചോളം നമ്മൾ നോക്കുമ്പോൾ ഏകദേശം 40 കിലോമീറ്റർ ചതുരശ്ര കിലോമീറ്ററിലുള്ള ഒരു ഗ്രാമമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ ഒരു ഗ്രാമം. ഏകദേശം 35,000-ലധികം ജനസംഖ്യയുള്ള ഒരു ഗ്രാമം. അതിൽ ബഹുഭൂരിപക്ഷം സ്ത്രീകളാണ് ഇവിടെ ഉള്ളത്. ഏതെങ്കിലും കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് ഇട്ടിവ ഗ്രാമപഞ്ചായത്തില് ആവശ്യപ്പെട്ടുകൊണ്ട് BJP തുടയന്നൂർ ഇട്ടിവ മണ്ഡല കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇട്ടിവ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ചിരിക്കുന്ന പ്രതിഷേധ ധർണയുടെ തത്സമയമാണ് സാക്ഷി TV സംപ്രേഷണം ചെയ്തത്. ഈ ധർണയുടെ തത്സമയ സംപ്രേഷണം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. പലതരത്തിലുള്ള അഴിമതികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ കുടുംബശ്രീ വിഭാഗമല്ലാതെ ഓരോ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന ആ വനിതാ ഘടക പദ്ധതികൾ എന്ന നിലയിൽ ഈ ഗ്രാമപഞ്ചായത്തിൽ എന്ത് പദ്ധതി ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരു പദ്ധതിയില്ല. ഒരു പ്രസിഡന്റ് ഉണ്ട്. ഞാൻ വളരെ വളരെ കൃത്യമായി മനസ്സിലാക്കുന്നതാണ്, അതുകൊണ്ടാണ് പറയുന്നത്.